വെൽക്കം ടു അലാമി കിച്ചൺ. പുതിയ വർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യം തന്നെ എല്ലാവർക്കും അലാമി കിച്ചൻ്റെ പുതുവത്സരാശംസകൾ. ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റോയൽ വെഡ്ഡിംഗ് കേക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം എടുത്തിട്ട് ബീറ്റ് ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ നമുക്കൊരിക്കലും ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഫ്ലോപ്പായി പോവില്ല. 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ക്രീം ബീറ്റായി കിട്ടും. ക്രീം ബീറ്റായിട്ട് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ബിസിനസ്സിനാകുമ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ടാകാൻ. പിന്നെ എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. എക്സ്പെർട്ടിന് നമ്മൾ ഈ ക്രീം ബാഗിലിടുന്ന സമയം കൊണ്ട് അവർ കേക്ക് ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബിഗിനേഴ്സിനെ ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ ചോക്ലേറ്റ് ടോൾ കേക്കിലാണ് കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 5 ലെയർ കേക്ക് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു അരമണിക്കൂർ മുന്നേ കേക്ക് ലെയറെല്ലാം ചെയ്ത് ക്രീമെല്ലാം ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനി ഇത് നമുക്ക് ക്രം കോട്ടിംഗ് കൊടുക്കാം. ക്രം കോട്ടിംഗ് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഐസിങ് ചെയ്യാം. എനിക്കിവിടെ ലൈറ്റ് ആയിട്ടുള്ളൊരു വയലറ്റ് ഷെയ്ഡാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് റെഡ് കളറും അതുപോലെ തന്നെ ബ്ലൂ കളറും മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു കളർ തീം എടുത്തിട്ടുള്ളത്. കളർ ആഡ് ചെയ്യുമ്പോൾ ജെൽ കളർ തന്നെ ആഡ് ചെയ്യണം. അതുപോലെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കളർ തന്നെ ആഡ് ചെയ്യണം. ക്രീമിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ലിക്വിഡ് കളർ ആഡ് ചെയ്യരുത്. ജെൽ കളർ തന്നെ ആഡ് ചെയ്യണം. അപ്പോൾ കളർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് അപ്ലൈ ചെയ്യാം. കുറച്ച് ഹൈറ്റിൽ കേക്ക് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവാൻ. എല്ലാവർക്കും എങ്ങനെയാണ് ചെയ്തെടുക്കാൻ ഈസി എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഫുള്ളായിട്ട് ഐസിങ് കൊടുത്തിട്ട് ഫിനിഷാക്കി എടുക്കണം. നമ്മളിപ്പോൾ ചെയ്യുന്ന ഡിസൈൻ കൊടുക്കുമ്പോൾ അധികം ഫിനിഷിങ് ചെയ്യേണ്ട, എന്നാലും കേക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിനിഷിങ് കൊടുക്കണം. കേക്ക് ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബോർഡ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. കാരണം നമ്മൾ ബോർഡിൽ വേറൊരു ബോർഡറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ ടിഷ്യൂ പേപ്പറും ക്ലോത്ത് അങ്ങനത്തെ എല്ലാം വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതിലും ഏറ്റവും നന്നായിട്ട് ക്ലീൻ ആക്കാൻ പറ്റുന്നത് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ സെറ്റായിട്ട് നമ്മൾ ഈ ഡിസൈൻ കൊടുക്കുമ്പോൾ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. ഇതുപോലത്തെ ഒരു സ്പാച്ചുല എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡും ഉണ്ട്. ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പം സ്പാച്ചുല ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി കൂടുതൽ ഗ്യാപ്പ് കാണുന്ന സ്ഥലത്താണെങ്കിൽ ചെറിയൊരു സ്പാച്ചുല വെച്ചിട്ട് അത് വെച്ചിട്ട് ഡിസൈൻ ചെയ്താൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി കേക്കിനൊരു എക്സ്ട്രാ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്ക് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡും ബ്ലൂവും മിക്സ് ചെയ്തിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അതൊരു ചെറിയ സ്പാച്ചുലയിൽ കളർ ഒന്ന് ടച്ച് ചെയ്തിട്ട് കേക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കൊടുത്ത ഡിസൈൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ കളർ നമ്മൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാ ഭാഗത്തും അതുപോലെ നമുക്ക് കൊടുക്കാം. അപ്പം പ്രത്യേക ഒരു അട്രാക്ഷനാണ് കേക്കിന് കിട്ടാൻ. അപ്പോൾ മുഴുവനും അതുപോലെ കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ ഗോൾഡൻ ഡസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോട്ടിലുള്ള ഗോൾഡൻ ഡസ്റ്റാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ഈ ഒരു ഗോൾഡൻ സ്പ്രേ കൊടുക്കുമ്പോഴാണ് ശരിക്കും ഒരു എലഗൻറ്റ് ലുക്ക് നമ്മൾ കേക്കിന് കിട്ടുന്നത്.
രാത്രിത്തെ പാർട്ടിക്കെല്ലാണെങ്കിൽ ഈ ഒരു ഇതുപോലത്തെ ഡസ്റ്റിൽ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കേക്കിന്. 450 ആണ് ഈ ഒരു ഡസ്റ്റിൻ്റെ റേറ്റ് വരുന്നത്. കേക്കിലെ എല്ലാ ഭാഗത്തും ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഡസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്പാച്ചുല ഡിസൈൻ കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും അത് കേക്ക് കൊളായിപ്പോയെന്ന് വിചാരിക്കും. പക്ഷേ കേക്കിൽ മുഴുവനും ചെയ്തിട്ട് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരാൻ. അതുകൊണ്ട് ആരും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഈ ഡിസൈൻ നമുക്ക് കേക്കിൽ കൊടുക്കാം. ഇതിലിനി റെഡ് കളറിലുള്ള ഗ്ലിറ്റർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഗ്ലിറ്റർ നമ്മൾ സ്പ്രേയിലല്ല വരുന്നത്, ചെറിയൊരു ബോട്ടിലാണ് ഗ്ലിറ്റർ കിട്ടുന്നത്. ഇതിനും കുറച്ച് റേറ്റ് ഉണ്ട്, 350 അങ്ങനെ അതിൻ്റെ റേറ്റ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് സ്പ്രേയിലല്ല വരുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഐഡിയ എടുത്തതാണ്. നമ്മൾ സ്ക്രാപ്പറിൽ കുറച്ച് ഗ്ലിറ്റർ ഇട്ടിട്ട് ഒരു പെപ്സിൻ്റെ ബോട്ടിലിന് ഒരു ഹോൾസ് ഇട്ട് വെച്ചിട്ട് അപ്പം ഈ ബോട്ടിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എയർ വരും. അപ്പോൾ ആ എയർ നമ്മൾ ഈ ഗ്ലിറ്ററിൻ്റെ നേരെ വെച്ച് കൊടുത്താൽ ഗ്ലിറ്റർ അങ്ങോട്ടേക്ക് സ്പ്രേ ചെയ്യുന്ന പോലത്തെ ആ ഒരു ഫീല് അങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ഗ്ലിറ്റർ വേസ്റ്റായി പോകാണ്ട് നമ്മളെ കയ്യിലൊന്നും അധികം പിടിക്കാണ്ട് വേസ്റ്റ് ആവാണ്ട് എല്ലാ ഗ്ലിറ്ററും നമ്മളെ കേക്കിൽ തന്നെ നമുക്ക് വേണ്ടുന്നിടത്ത് വെച്ചിട്ട് ആ ബോട്ടിൽ പ്രസ് ചെയ്ത് എയർ കൊടുത്താൽ നമുക്ക് വേണ്ടുന്നിടത്തെല്ലാം ആ ഒരു ഗ്ലിറ്റർ കിട്ടും. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ ഗ്ലിറ്റർ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടിയും കേക്ക് ബോർഡ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി സൈഡിൽ പരിപാടികളൊന്നുമില്ല, അതുകൊണ്ട് ഇനി നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ടോപ്പിലാണ് ഫ്ലവറെല്ലാം വെച്ച് കൊടുക്കുന്നത്. റെഡ് കളറിലുള്ള റോസാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ 2-3 ലീവ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമുക്ക് നന്നായിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കിൽ ക്ലിം ഫിലിമിൽ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് കേക്കിലേക്ക് പിൻ ചെയ്ത് കൊടുക്കാം. 4 റോസ് ഫ്ലവറാണ് ഞാൻ ടോപ്പിൽ കൊടുക്കുന്നത്. ഫ്ലവറും അതിൻ്റെ ലീവ്സും വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി വരാൻ. അപ്പോൾ ലീവ്സും അതിൻ്റെ കൂടെ പിൻ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. 4 ഫ്ലവറും ഇതുപോലെ സെൻട്രൽ പൊസിഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ടോപ്പിൽ കുറച്ചും കൂടിയും ഗോൾഡൻ ഡസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ കേക്കിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ടോപ്പിൽ ഏതെങ്കിലും ടോപ്പർ ഏത് ഫങ്ഷനാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ടൈപ്പിലുള്ള ടോപ്പർ വാങ്ങിയിട്ട് അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളെ വെഡ്ഡിങ് റിസപ്ഷന് വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ്. വളരെ സിമ്പിളായിട്ട് എന്നാൽ കാണാൻ നല്ലൊരു ലുക്കിലുള്ള നല്ലൊരു റോയലായിട്ട് തന്നെ ഉള്ളൊരു വെഡ്ഡിങ് കേക്കിൻ്റെ ഡെക്കറേഷനാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.